നമ്മൾ സോണീനായിട്ട് വീട്ടിലേക്ക് പോവാട്ടോ. കാരണം കുറച്ച് മാസങ്ങളായി ഇപ്പം അങ്ങോട്ട് പോയിട്ട്, ഒരു 3-4 മാസമായി തോന്നുന്നുണ്ട് വീട്ടിലേക്ക്, ആലപ്പുഴയിലേക്ക് നമ്മൾ പോയിട്ട്. അപ്പോൾ നമ്മളിന്ന് ആലപ്പുഴയിലേക്കുള്ളൊരു ട്രാവലിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ വ്ളോഗിലുണ്ട്. അതിൽ നമുക്കിന്ന് മെയിനായിട്ട് നമുക്ക് ഇന്ന് പോണ വഴിക്ക് എറണാകുളത്ത് കയറണം. പെങ്ങളുടെ വീട്ടുണ്ട്, പെങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അനസ്, ഷഹാന, അവരൊക്കെ ഒന്ന് പോയി കാണണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് പോലെ നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കണേ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരുങ്ങാനും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഒരുക്കി പുറത്തേക്ക് ഇടിയിക്കാണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വരാം. യെസ്, അങ്ങനെ നമ്മുടെ പൃഥ്വിട്ടനെയൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പൃഥ്വിട്ടനെ കണ്ടില്ലേ, സുന്ദരനായിട്ടിരിക്കുന്ന കേക്ക്. പൃഥ്വിട്ടൻ സുന്ദരൻ, സുന്ദരാ. ഓ ഓ ഓ, നമ്മൾ ടാറ്റ പോവാണേ. അവൻ്റെ പാവക്കുട്ടിയതാ, അവൻ്റെ പാവക്കുട്ടീനെ എടുക്കണം നമുക്ക്. ചേച്ചിയെ ഒന്ന് വരുമോ? പെട്ടെന്ന് ഇറങ്ങണം. ആ തുറപ്പ് അനസുണ്ട്, അവനെ കൂട്ടാണ്ട്, അവനെടുത്തിട്ട് വേണം പോവാൻ. ബാഗ് കുടിച്ചോ നമുക്കല്ലേ പോവാ. ചേച്ചി ഒന്ന് എണീക്കോ വേഗം, നമുക്ക് ഇറങ്ങാം. യെസ്, നമ്മ ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ഓക്കെ. കിറ്റി, കിറ്റി പെണ്ണേ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാട്ടാ. ഓക്കെ. ഇപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നമ്മള് നേരെ എറണാകുളത്ത് പോണം. എറണാകുളത്ത് പോയിട്ട് അവിടെ രാഹുലേട്ടന്റെ പെങ്ങളുടെ വീടുണ്ട്. അപ്പൊ അവിടെ നമ്മളൊരു ദിവസം അല്ലേ, ഒരു ദിവസം നമ്മൾ കുട്ടി ഉണ്ടായി. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വട്ടം പോയിട്ടേ ഉള്ളൂ, അല്ല ഇതുവരെ പോയിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ കുട്ടിയായതിനു ശേഷം ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് പോവാൻ വേണ്ടി അപ്പൊ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അമ്മയ്ക്കും ഉണ്ട്, അച്ഛനും ഉണ്ട്. അതിന് പോവണ്ട അതിന് ഓരോരോ കാരണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? ആദ്യം പറഞ്ഞ എന്താണ്, ഉത്സവം അല്ലേ, പൂരമുണ്ട്, പൂരമുള്ള കാരണം പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞല്ല, അച്ഛനും അമ്മയ്ക്കും ചെക്കനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതിന് ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ പറഞ്ഞു പൂച്ച ഉണ്ടല്ലോ, അവരെ ആര് നോക്കും, അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരില് അങ്ങനെ ഒരുവിധം നമ്മള് ഇനി നമുക്ക് ഒരുത്തനെ കൂട്ടാണ്ട്, അനസില്ലേ, അനസിനെ കൂട്ടണം. പട്ടാമ്പിക്ക് ഇപ്പൊ വരും. അപ്പൊ അവനെ കൂട്ടിട്ട് വേണം നമുക്ക് എറണാകുളത്ത് പോകാനായിട്ട്. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇതാ ഇതിന് പേടിക്കണേ. ഞാനൊരു ഇൻട്രോ ഇട്ട് കൊടുത്തല്ലേ, ഇൻട്രോ. അപ്പൊ ഞങ്ങളിത് എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. പോവല്ലേ സോണിയ? സോണി ഉണ്ട് ഇവിടെ. ഓളെ ഞങ്ങൾ പിന്നിലേക്ക് ഇരുത്തി. എനിക്ക് പുതിയൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇവനായിരിക്കും എന്റെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നോക്കണത്. ഗിയർ മാറ്റുമ്പോ സൂക്ഷിക്കണേ. എന്റെ ഗിയർ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. എറണാകുളത്ത് പോയിട്ട് ആദ്യം നമ്മുടെ അനസ് മച്ചാനെ അവിടെ വൈറ്റിലേല ഇറക്കണം. എന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടാണ്ട് അതിനായിട്ട് അവൻ പോവും. അത് കഴിഞ്ഞിട്ട് നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകണം. പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ട് ഇനി തിരിച്ച് വീണ്ടും നമ്മൾ ഇവരായിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗായ്സ്, നിങ്ങൾക്കറിയാം ഇത് ബിസി ഷെഡ്യൂളാണ്. മമ്മൂട്ടിക്ക് പോലെ ഇന്നത്തെ ഷെഡ്യൂൾ ഉണ്ടാവുന്ന പോലെ എനിക്ക് ഡൗട്ടാണ്. ഇല്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതെന്താടാ? അല്ല, ഞാൻ പറയാം, ഇവിടുന്ന് അങ്ങോട്ട് പോയി, അവിടുന്ന് അങ്ങോട്ട് പോയി, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് അങ്ങനെയൊന്നുമില്ല ഗായ്സ്. അപ്പൊ നമ്മൾ വളരെ സാധാരണ രീതിയിലുള്ള ഒരു ട്രാവൽ ജേർണി ആയിരിക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ മറക്കാതെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് കണ്ടോണ്ടിരിക്കണം എന്നാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഓക്കെ ഗായ്സ്, നീ കാല് മാറ്റുള്ള
അപ്പോൾ നമ്മളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ്ടോ ഗായ്സ്. അതുപോലെ കുറുവാഞ്ചേരി എന്നുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. നല്ല ചോറ് മീൻ പൊരിച്ചതിൻ്റെ മണം കേട്ട് വന്നത് ഇവൻ്റെ ഒരു നിർബന്ധം മൂലമാണ്. ഇവരെന്താ കാട്ടിന്? ഏ പ്രഭു, ഏ ക്യാ ഹുവാ? അതാ അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ചോറ് കഴിച്ചിട്ട് കഴിക്കാം. മീൻചാറുണ്ട്, നല്ല പയറുപ്പേരി ഉണ്ട്. നിനക്ക് എങ്ങനെ എല്ലാം കൂടെ പോവോ? പൊറോട്ട കഴിച്ചിക്കണേ കാലത്ത് നല്ല പൊറോട്ട കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കൊട്ടമ്പുളി ഇട്ട മീൻകറി ആട്ടാ. ചേച്ചാ വറുത്തത് എന്തൊക്കെയാ വെച്ചാണ് പോരട്ടെ. ഇരുമ്പാമ്പുളി അച്ചാറ് അയ്യവ, ഇരുമ്പാമ്പുളി അച്ചാറാട്ടോ. ഇവരൊന്നും മനുഷ്യന്മാരില്ലേ, ഇതൊന്നും കണ്ടിട്ടില്ലേ എന്നൊക്കെ. അയ്യോ, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്താടാ വ്ളോഗല്ലേ ഈ നാറി? വ്ളോഗ് എന്ന് പറഞ്ഞാല് ഒരുത്തിന് എന്തും ചെയ്യാന്നുള്ള ലൈസൻസ് അല്ല. നീ അത് മനസ്സിലാക്കണം. തൃശ്ശൂർ ഇങ്ങോട്ട് പോവാന്നുണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഇന്ത്യ പട്ടിണി പാങ്ങുകയും നീ കണ്ട ഇന്ത്യ അല്ല ഇന്ത്യ. ഇത് എങ്ങട്ടാണ് പോണ്? ഞാൻ ചോറ് കഴിച്ചിട്ട് വന്നെന്ന് പറയാൻ വന്നപ്പോഴേക്കും എന്റെ പട്ടിണിപ്പാവും ഇന്ത്യ കയറ്റി വന്നിരിക്കുക. ഇന്ത്യയിലല്ലേ ചോറ്? ഇപ്പൊ ചോറ് കഴിച്ച് വയറ് ഫുള്ളായി. ഇപ്പൊ നമ്മളിതിപ്പോ എവിടെയാണ്? തൃശ്ശൂര് വടക്കാഞ്ചേരിയാണ് ഇപ്പൊ ഉള്ളത്. ഇനി ഇവിടുന്ന് ഇനി തൃശ്ശൂര്, എറണാകുളം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങള്. വേറെ കാര്യമുണ്ട് ഗൈസ്, ഞാൻ ഈ വീഡിയോന്റെ തൊട്ട് മുമ്പ് ഒരു സംഭവം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ അഭിപ്രായം നിങ്ങൾ ആ കമന്റിൽ ഇടണം. നിങ്ങൾ ഉറപ്പായിട്ട് ഇടണം. ആ വീഡിയോ ഇപ്പം കട്ട് ചെയ്യില്ല ഉറപ്പായിട്ടും. ഞാനത് സെപ്പറേറ്റ് പോലെ ഇടും. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് അഭിപ്രായം പറയണം എന്താ. ഓക്കെ എന്നാ ശരി ഗൈസ്, എന്നാ കാണാം. ഇതെന്താണ്? ഗോപുരമാണോ അതോ കൂത്രാളിക്കാവ് ആണോ? അത് ഇവിടുത്തെ ഏതൊരു പൂരത്തിന്റെ വിശേഷം നടക്കണ ഗോപുരം കേട്ടോ. അതിന്റെ മേലെ കൂടെ ഇപ്പൊ നമ്മള് മലമ്പുഴ പോ നായിയോടുന്ന് ഗായ്സ്. അപ്പൊ നമ്മളങ്ങനെ ഹൈവേ പിടിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് നേരെ ഹൈവേ കയറി. ഇനിയിപ്പോ ഓൺ ദ വേ ഒരു 1.5 മണിക്കൂർ നമ്മള് ഇപ്പോ എത്താനെടുക്കും എറണാകുളത്ത്. ഇവിടെ ഓരോരുത്തര്, ഇവിടെ ഒരാള് സോണി ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അനസ് ഇപ്പൊ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കളനായി ഓന്റെ ഉറക്ക പനി ഉറങ്ങിട്ട് ആളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. നല്ല സുഖമുണ്ട്. വൃത്തിയാട്ടവൻ ഒരു പായം തലേനെന്നുള്ളത് ഞാൻ താങ്ങിട്ട് ഇങ്ങനെ ഓടിക്കാൻ. വൃത്തിയാട്ടവരെ ഇവനാളെ കൊല്ലാൻ വേണ്ടി വന്ന പോകുന്നുണ്ട് അലവരാതി. അയ്യോ. അപ്പൊ ഗായ്സ്, അപ്പൊ എന്തായാലും ഞങ്ങള് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. എത്തി അറിയിക്കാം അത്ര പറയുള്ളൂ. അലവരാതി. അപ്പൊ നമ്മളൊരു ജ്യൂസ് അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇവള് കുടിച്ചു കഴിഞ്ഞു. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും കോൾഡ് കോഫി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്താ നോക്കണ കാര്യമായിട്ട്? എന്താ കാര്യമായിട്ട് നോക്കണ്ടല്ലോ? ഒരുപാടായില്ലേ? അവനും വയസ്സായി, വീടിനും വയസ്സായി. മകനെ മടങ്ങി വരുമെന്ന് കുട്ടിയുടെ. ഹലോ. അപ്പൊ ഞങ്ങൾ എറണാകുളം എത്തി കേട്ടോ. എറണാകുളം എത്തിയപ്പോ ഒരു സംഭവം ഉണ്ടായി. ഇതേ ആശാനൊരു ഡ്രസ്സ് എടുക്കണമെന്ന്. അനസ്കാക്ക് ഒരു ഡ്രസ്സ് വേണത്രേ. അനസ്കാന്റെ പെണ്ണിനെ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു വാലന്റൈൻസ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാല്ലേ? എന്നാ വാ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് ഇപ്പം ഞങ്ങളിത് തിരിക്കുകയാണ്. ഇനി നേരെ ഇവനെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യണം. അതിന് ശേഷം നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവും. ഓക്കെ. ഹായ് ഗായ്സ്. അപ്പം ഞങ്ങൾ എങ്ങനെ പെങ്ങളുടെ വീട്ടിലെത്തി. ഇതേ പെങ്ങളും അളിയനും കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കൻ പൊരിഞ്ഞ വികൃതി അവിടെ വന്നു കഴിഞ്ഞാൽ.
എന്താണ് എന്റെ ഉദ്ദേശം? ഇതാ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ദാ നേരെ ആലപ്പുഴയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ വ്ളോഗ് വീണ്ടും തുടങ്ങുകയാണ്. ഇതിന്റെ ഇടയിൽ 2-3 വ്ളോഗൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറെ കറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെ വ്ളോഗ് കയറി വന്നത്. എന്തായാലും ഇനിയിപ്പോ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അവർക്ക് നല്ല വിഷമം കിട്ടും. നല്ല വിഷമം എന്ന് വെച്ചാൽ അവർക്കാണ് ഇവനെ വിട്ട് പിരിഞ്ഞ് നിക്കാൻ വയ്യാത്ത അവസ്ഥയായി. 2-3 ദിവസം ഇവനായിട്ട് നിന്നുള്ളെങ്കിൽ ഇവനെ അവർക്കങ്ങ് ഞങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ കുഞ്ഞില്ലായിരുന്നു 2-3 ദിവസത്തേക്ക്. അവരുടെ കയ്യിൽ തന്നെ കുട്ടി ഉണ്ടായിരുന്നത്. ആ വ്ളോഗ് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അവരെ കയ്യിൽ തന്നെ ഇടുന്ന കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഷാനക്ക് വിഷമം, മനസ്സിനും വിഷമം. ഷാന പിന്നെ ഹോസ്റ്റലിൽ പോയി കണ്ടു, സംസാരിച്ച്. അപ്പോഴും ഓളിങ്ങാനൊക്കെ നല്ല വിഷമമാണ്, കരച്ചിലൊക്കെ കൊടുത്തു. പിന്നെ അനസിനാണെങ്കിൽ അവന്ന് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്ത് പോവായിരുന്നു. അപ്പൊ അവന് പേരും വിഷമം. അവരൊക്കെ കരയോട് കരച്ചിലായിരുന്നു. പിന്നെ വഴക്കായി. ഇന്നലെ രാത്രി വഴക്കിട്ടു ഞങ്ങൾ ഇതിന്റെ പേരില്. പോണ്ടെന്നൊക്കെ പറഞ്ഞു. പോയിട്ട് എന്തിനാ പോവണ്ട ഇങ്ങോട്ട്, നിങ്ങൾ ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു. അവർക്ക് ഭയങ്കര കാര്യമാണ് അവരെ. പക്ഷെ അവരെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ. അത് അവർക്ക് എങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്പത്തെ ഒരു അവസ്ഥയിലേക്ക് മനസ്സിലാവണില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ പുതിയ ജോലിക്ക് കയറണം, അവർക്കും ജോലി ഉണ്ട്. അപ്പോൾ ഇവർക്ക് അവരുടേതായ കാര്യങ്ങൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വെച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റിയ അങ്ങനെയല്ലല്ലോ. അപ്പൊ അവരെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊരു വ്ളോഗ് കാണുമ്പോഴെങ്കിൽ അവർക്ക് മനസ്സിലായാൽ മതിയായിരുന്നു. പിന്നെ ഈ പറയുന്ന വ്യക്തി ഈ കിടന്ന് ഉറങ്ങുന്ന ആളിനായാലും ഭയങ്കര ഇറങ്ങിയപ്പോ തൊട്ട് ആള് മൂടോട്ടായി. ആള് കിടന്ന് ഉറങ്ങി. ഞങ്ങളുടെ മുഖത്തോട്ട് മാറി തിരിഞ്ഞ് നോക്കാം, നമ്മൾ എവിടെ പോവാ അവരെ കൂട്ടാതെ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലേക്കാണ് നോക്കുന്നത്. എന്ത് ചെയ്യാനാ പറയാ. ഈ കുറച്ച് ദിവസം വേണമെങ്കിൽ ഇടയ്ക്കെങ്ങനെ വന്നിട്ട് ഇടയ്ക്കൊക്കെ നിക്കാം, അത്രേ ഉള്ളൂ. ഇങ്ങനെ റിട്ടേൺ വരുമ്പോ ജസ്റ്റ് ഒന്ന് ഇവർ രണ്ടുപേരും ഒന്ന് കാണാനായിട്ട് വരണം. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ആലപ്പുഴ വ്ളോഗിലേക്ക് നമുക്ക് പോവാട്ടോ. ഞാൻ ഹൈവേയിൽ കയറിയിട്ട് നമുക്ക് ബാക്കി വെച്ചിട്ട് കാണാം. ഞങ്ങള് ഒരു ചെറിയൊരു പണി കിട്ടി. കാരണം ഇവിടെ അരൂര് ഭാഗത്തില്ലേ, അരൂര് ഭാഗത്ത് ഭയങ്കര ബ്ലോക്കും ഉണ്ട്. പിന്നെ മാത്രല്ല ബ്ലോക്ക് വരാൻ കാരണം പണി നടക്കുകയാണ്. നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അല്ല, എപ്പോഴും നല്ല ബ്ലോക്കാണ്. അപ്പൊ ഞങ്ങള് ഇതേനെ ഈ അരൂരിന്റെ സൈഡിൽ കൂടെ വടുതല റോഡ് ഉണ്ട്. അപ്പൊ ആ റോഡ് കൂടെ അങ്ങോട്ട് പിടിച്ചു, ചേർത്തല വഴി പിടിച്ചു. അപ്പൊ ഏകദേശം അതിനൊക്കെ വന്ന് ഇതിപ്പോ ഇവിടെ NH ഹൈവേയില് സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിയത്. ബ്ലോക്ക് കാണിച്ചാലേ ഗൈസ്. ബ്ലോക്ക് എന്ന് പറയണതാ ഇതാണ് മക്കളെ ബ്ലോക്ക്. ഫുള്ള് ബ്ലോക്കാ ഗൈസ്. കണ്ടോ, അവിടെ വണ്ടികൾ നിക്കണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒടുക്കത്തെ ബ്ലോക്ക്. വലിയ കുഴപ്പമില്ല, കാരണം മറ്റേ സൈഡിൽ കൂടി ഭയങ്കര തിരക്കാണ്. വണ്ടി കിടക്കുന്നുണ്ട്. ഇത്രയും ബ്ലോക്കാണ് ഇവിടെ. ഈ ഹൈവേ പണി ഇതൊന്നും നേരം പോലെ കഴിയാത്തോണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക്. ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ല, കാരണം ഞങ്ങൾ നേരത്തേക്ക് വന്ന സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു ഈ റോഡിന്റെ സൈഡല്ലേ. പക്ഷെ ഇപ്പൊ നല്ല പൃഥ്വിട്ടാ ബ്ലോക്കിനെ പറ്റി എന്താ പറയാനുള്ള? ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ട പൃഥ്വിട്ടാ? എന്താ പൃഥ്വിട്ടാ അങ്ങനെ ബ്ലോക്ക് വരാൻ കാരണം ചോദിച്ചോക്ക്. എന്തുകൊണ്ട് പൃഥ്വിട്ടാ ഇങ്ങനെ ബ്ലോക്ക് വന്നു? നമ്മളെന്താ ഇത്ര നേരം ലേറ്റ് ആയേ? ചോദിക്കേ എന്താ ഇങ്ങനെയൊക്കെ? എന്റെ കുഞ്ഞുമായിട്ട് വന്നപ്പോഴത്തേന് എന്താ എല്ലാരും ബ്ലോക്ക് ആക്കിയേ? കളിക്കാൻ നിക്കാണോ ചോദിച്ചോക്ക്. എന്റെ കുഞ്ഞിനോടാ കളി. പൃഥ്വിട്ടനെ ഇളകി കഴിഞ്ഞാലേ വമ്പ സീനാണ് ഇല്ല പൃഥ്വിട്ടാ? പൃഥ്വിട്ട ഇപ്പൊ എനർജി കയറ്റിയിരിക്കാണ് ഗൈസ്. ഒരു പാലുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാണ്. ഒരു പാലുടിയൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെയാണ് ആ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ചുണ്ടൊക്കെ പിടിച്ചിട്ടില്ലേ? ചോദിക്കുന്നുണ്ടോ? കളിക്കാണെന്നാ ചോദിക്കണേ.
അവൻ നോക്ക് ഇതെന്താ ഇവർ രണ്ടുപേരും കൂടി പറയുന്നതെന്നൊക്കെ. ഞങ്ങളിപ്പോ ഏകദേശം ഇവിടെ എത്താറായിട്ടോ, ഹരിപ്പാട് എത്താറായി. അപ്പൊ ഒരു നല്ല ചായ കുടിക്കണം, അതിന് പറ്റിയ സ്പോട്ട് എവിടെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ രണ്ട് സൈഡും റോഡ് പണി കാരണം ഇങ്ങനെ നമുക്ക് അങ്ങനെ എങ്ങും കൊണ്ടുപോയി നിർത്താൻ പറ്റാത്തൊരവസ്ഥയായി സത്യം പറഞ്ഞ. അങ്ങനെ ഒരു ഇത് കിടക്കുന്ന കാരണം നമുക്ക് കട കണ്ടാലും ചിലപ്പോ പാർക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. അങ്ങനെ രണ്ട് സൈഡ് ഈ പണി നടക്കണോണ്ടേ എവിടെ നിർത്താൻ പറ്റുന്ന ഗ്യാപ്പില്ല. നല്ല നല്ല ചായക്കടകളൊക്കെ നമ്മൾ കാണുട്ടോ, പക്ഷെ നിർത്താൻ പറ്റൂല. കാരണം ഫ്രണ്ടിൽ ഈ മണ്ണും ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പൊ നമ്മളെന്നാ മുന്നോട്ട് പോകും. അങ്ങനൊക്കെ ഒരുപാട് കടകൾ കണ്ടു. ഇതാണെങ്കി ഇവിടെ പ്രസവത്തിന് ഇവരെ വയറ്റിലുണ്ടാവുമ്പോ വന്ന് തുടങ്ങിയതാ. ഇതുവരെ റോഡ് പണി കഴിഞ്ഞിട്ട് ഒരു കൊല്ലാവാറായി. എന്താ ചെയ്യാ, ഓരോരോ അവസ്ഥകള്. അത് കാരണം ഞങ്ങളൊരു നല്ല ചായ കിട്ടാഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കണ്ട് ഇപ്പോൾ അവിടെ കേറാൻ പറഞ്ഞത്. അതാണെങ്കി മണ്ണ് മൂടി ആ ബോർഡിന്റെ അത്ര എത്തിക്കണം. ഇന്ത്യൻ കോഫി ഹൗസ് ആണെന്ന് അറിയുന്ന പോലും ഇല്ല, നിർത്താനും പറ്റില്ല. സത്യം പറയുകയാണെങ്കിൽ റോഡ് പണി കാരണം ഒരുപാട് കച്ചവടക്കാർക്ക് നല്ല പണിയായിട്ടുണ്ടാവുന്ന തോന്നുന്നു കേട്ടോ. കാരണം കസ്റ്റമേഴ്സിനെ കിട്ടണ്ടേ, കസ്റ്റമേഴ്സിനെ എവിടെ കിട്ടാനാ. നമുക്ക് ഈ എറണാകുളം തിരുവനന്തപുരം ഹൈവേ റോഡ് ഭയങ്കര ഇതാണ്. കാരണം കച്ചവടക്കാർക്കും ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ ഒരുപാട് കഷ്ടതയായിരിക്കും തോന്നുന്നു. അതിന് നമുക്ക് തന്നെ കയറാൻ തോന്നുന്നില്ല. അപ്പൊ ഇതേപോലെ എത്ര ആളുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇവരിപ്പോ ഈ ചായക്കടയ്ക്ക് കയറാൻ പോവാണ്, പക്ഷെ അവർക്ക് കയറാൻ പറ്റണില്ല. എന്താ കഥ. അപ്പൊ എന്തായാലും ഞങ്ങളൊരു നല്ല ചായക്കട തപ്പിയാട്ടെ, കട കിട്ടിയാൽ ഞങ്ങൾ വരാം. നമ്മള് ചായക്കടയിലെത്തി. ചേച്ചി രണ്ട് ചായ ലേറ്റ് ആയ. പഴംപൊരി ഉണ്ട്, വട ഉണ്ട്, ഉണ്ട ഉണ്ട്. ഏത് വേണം? ഉണ്ടേ ഈ പോയി നോക്ക്. നല്ല അടിപൊളി ചായ അല്ലേ? നല്ല അടിപൊളി. കിട്ടിയല്ലോ. നമ്മളിതാ ചായയൊക്കെ കുടിച്ച് ചായയും പഴംപൊരിയും ഉള്ളിവടയും ഒക്കെ കഴിച്ചു. രാഹുലയുടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആലപ്പുഴക്കാരുടെ ഉള്ളിവട കഴിക്കണം. ആ ഉള്ളിവട പറഞ്ഞ നമ്മുടെ ഉഴുന്നുവട ഇല്ലേ, കറക്റ്റ് ഉഴുന്നുവട. പക്ഷെ അതിന് ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാ. പിന്നെ അവിടുത്തെ പോലെ ഒരു കട്ടിയല്ല, ഇവിടെ ഭയങ്കര സോഫ്റ്റാ. അപ്പൊ കഴിക്കുമ്പോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇട്ടുണ്ട്. അടിപൊളിയുണ്ട് സംഭവം. നല്ല ചെറിയ കടയാണല്ലേ, സാധനക്കെല്ലാം 10 രൂപ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. 10 രൂപ മാത്രമേ ഉള്ളൂ. ചായ 10, കടി 10, പഴംപൊരിയൊക്കെ നല്ല വലുപ്പമുള്ള പഴംപൊരിയൊക്കെ, പക്ഷെ എന്നാലും അതിനും 10 നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ചെറിയൊരു കടയാണ്. എനിക്കൊന്ന് വീട്ടമ്മമാര് തന്നെയാന്ന് തോന്നുന്നത്. എനിക്കൊന്ന് ഒരു ഫാമിലിയാന്ന് തോന്നുന്നു അല്ലേ? ഫാമിലിയാണ് അത് നടത്തുന്നത്. പക്ഷെ ഒരു കുഞ്ഞ് ചെറിയ പെട്ടിക്കട പോലുള്ളതാണ്. പക്ഷെ ഐറ്റം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. നല്ല ചായയും ഒക്കെ ആയിട്ട് എന്തായാലും കൊള്ളായിരുന്നു. സൂപ്പർ. അപ്പൊ ഞങ്ങളെന്നാ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിലെത്തുമ്പോഴുള്ള വിശേഷങ്ങൾ കാണാം. മാവേലിക്കര സിഗ്നലിൽ ഇപ്പൊ കിടക്കാണ്, നിച്ചൽ ജംഗ്ഷൻ. അപ്പോ ഇനി ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററും കൂടി ഉണ്ട് എന്റെ വീട്ടിലേക്ക്. 7 കിലോമീറ്റർ. അപ്പൊ താങ്കൾ ഈ 100-150 കിലോമീറ്റർ താണ്ടി ഇവിടെ വരെ വന്നതിനൊന്നും പറയാനില്ല. അത് പിന്നെയും സഹിക്കും, പക്ഷെ 7 കിലോമീറ്റർ സഹിക്കാൻ പറ്റൂല. അപ്പൊ ഗൈസ് ദാ വീട്ടിലേക്ക് എത്തിട്ടോ. വീടിന്റെ മുമ്പിലൊരു കോലം, വീടിന്റെ മുന്നിലൊരു കോലം, സുമക്കോലം. അതിന്റെ അകത്തോട്ട് നല്ല നോക്കിയിരിക്കുന്നേ ചെറുക്കൻ. കുഞ്ഞുകുരു വിയർത്തിരിക്കുവാണല്ലോ. ചേട്ടൻ ഇറങ്ങി
ഹലോ ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ സോണിയുടെ വീട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും വ്ളോഗായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പോൾ പുതിയ വ്ളോഗായിട്ട് നമ്മൾ വരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം അല്ലേ, ഇതൊക്കെ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.